നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. മുഖാമുഖത്തിൽ ഇന്ന് എനിക്കൊപ്പം UDF സെക്രട്ടറിയും CMB ജനറൽ സെക്രട്ടറിയുമായ CP ജോൺ. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങ് സെൻട്രൽ മണ്ഡലത്തിൽ, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. UDFിൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള CMBയുടെ സീറ്റാണ്. ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. പ്രചാരണം അനൗദ്യോഗികമായിട്ടാണെങ്കിൽ പോലും തുടങ്ങിയോ? പ്രഖ്യാപനം വന്നിട്ടില്ല, അതുകൊണ്ട് സ്ഥാനാർത്ഥിയാണെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഏറെക്കുറെ ആ കാര്യത്തിലൊരു തീരുമാനമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേതൃത്വത്തിൻ്റെ ചില അറിയിപ്പുകളിൽ നിന്നൊക്കെ ഔപചാരികമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏതാനും ദിവസങ്ങൾക്കൊക്കെ പിന്നെ തുടങ്ങാൻ കഴിയുള്ളൂ, പ്രഖ്യാപനം വന്നിട്ട്. അങ്ങ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ, സ്ഥാനാർത്ഥി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു മുഴം മുന്നേ എന്നുള്ള നിലയ്ക്ക് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ പോകുന്ന വികസന പദ്ധതികൾ എന്തൊക്കെയായിരിക്കും? എൻ്റെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ലെങ്കിലും ഞാനിവിടെ താമസിക്കുന്ന ഒരാളാണല്ലോ. ഈ മണ്ഡലത്തിൽ തന്നെ ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് താമസിക്കുന്ന ഒരാളാണ്. 30 അല്ല, അതിലധികം 35 വർഷമായിട്ട് ഈ മണ്ഡലത്തിലെ വോട്ടറാണ്. ഈ മണ്ഡലത്തിന് പല ഭാഗങ്ങളുണ്ട്. നമ്മുടെ ഈ സെൻട്രൽ മണ്ഡലത്തിന് ഒന്ന് അവിടെ കോസ്റ്റൽ ഏരിയയാണ്. അവിടെ അതീവ ദാരിദ്ര്യം ഉള്ളൊരു പ്രദേശമാണ് നമ്മുടെ കോസ്റ്റൽ ഏരിയ. അതിന് പുറമേ അവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോൾ കര തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു അടിയന്തര ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ വീടുകളൊക്കെ പലതും റിപ്പയർ ചെയ്യാൻ പറ്റാതെ ചോർന്നൊലിക്കുകയാണ്. കോൺക്രീറ്റ് വീടുകളാണ്. മറ്റു വീടുകളാണെങ്കിൽ അവർക്ക് തന്നെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അതിനൊരു അടിയന്തരമായിട്ടുള്ളൊരു പരിഗണന കൊടുക്കുകയും, പൊതുവിൽ ആരോഗ്യ പ്രശ്നം നമുക്ക് വളരെയധികം ഗൗരവത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിൽ ഈ ജനറൽ ആശുപത്രി ഈ മണ്ഡലത്തിലല്ല, ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. പക്ഷേ ഈ മണ്ഡലത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രി നമ്മുടെ ജനറൽ ഹോസ്പിറ്റലാണ്, പരമ്പരാഗതമായ ജനറൽ ആശുപത്രി. അപ്പോൾ അതിൻ്റെ വികസനം ഈ 10 വർഷം ഈ ഗവൺമെൻറ് പിടിച്ചു വെച്ചു. അതൊരു മെഡിക്കൽ കോളേജായിരുന്നു. മെഡിക്കൽ കോളേജായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് അന്ന് ശിവകുമാർ മന്ത്രിയായിരുന്ന കാലത്ത്. അത് അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് തുടങ്ങണം, മെഡിക്കൽ കോളേജ്. ഈ മണ്ഡലത്തിൻ്റെ അകത്തല്ല, റോഡ് സൈഡിലാണ്. നഗരത്തിലൊരു മെഡിക്കൽ കോളേജ് കൂടി നമുക്ക് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ നഗരത്തിൻ്റെ നമ്മുടെ കിഴക്കേക്കോട്ട നിൽക്കുന്ന ആ പ്രദേശം ഒരു ഹെറിറ്റേജ് ഭാഗമാണല്ലോ. ഇന്നിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എത്രയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു കേവലമായ ടൂറിസ്റ്റ് സെൻ്റർ അല്ല, അതൊരു വിശ്വാസികളുടെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ ആ തരത്തിൽ ആ ക്ഷേത്രവും അതിന് ചുറ്റുംപാട് കിടക്കുന്ന ഒരു 1-2 കിലോമീറ്റർ ചുറ്റളവുള്ള പ്രദേശങ്ങൾ, അതിനെ അങ്ങനെ ഒരു ഏറ്റവും നല്ല ഒരു സെൻ്ററായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ നല്ലൊരു സ്പോട്ടായിട്ട്, അതൊരു ടൂറിസം സ്പോട്ടല്ല എങ്കിലും എങ്ങനെ ആളുകൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുടിവെള്ളം, ഇപ്പോൾ ഈ സ്മാർട്ട് സിറ്റി വന്നതിന് ശേഷം, ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ഈ വീട്ടിലെ 25 കൊല്ലമായിട്ട് വെള്ളക്ഷാമം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്മാർട്ട് സിറ്റി ആയപ്പോൾ പമ്പിങ് വൃത്തിയാവുന്നില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം ഈ പ്രദേശത്തുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ചേരികൾ, ആ ചേരികൾ 50 വർഷത്തോളമായി മുൻപ് പണിതാണ്, അത് ബെറ്ററാക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രശസ്തമായ കോളേജുകൾ ഈ മണ്ഡലത്തിലുള്ളത്, സ്വാതി തിരുനാളിൻ്റെ കാലം തൊട്ട് തുടങ്ങിയിട്ടുള്ള കോളേജുകൾ. അപ്പോൾ ആ കോളേജുകളൊക്കെ അവിടെ കെട്ടിടം പണിയുക എന്നുള്ളതല്ല, ആ കോളേജുകളുടെയൊക്കെ ക്വാളിറ്റിയും അവിടുത്തെ സമാധാന അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട റിസർച്ച് സെൻറ്ററുകളായിട്ട് നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി കോളേജും സംസ്കൃത കോളേജും ആർട്സ് കോളേജും ഒക്കെ. അപ്പോൾ വ്യത്യസ്ത മേഖലകളിൽ നിന്നായി വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ് അങ്ങേക്കുള്ളതല്ലേ? തീർച്ചയായിട്ടും. ഈ തിരുവനന്തപുരം എന്ന് പറഞ്ഞാലൊരു അക്ഷയഖനിയല്ലേ. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള എത്രയോ ലൈബ്രറികളോട് നിൽക്കുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഇവിടെയാണ്, കേരള യൂണിവേഴ്സിറ്റിയുടെ കേന്ദ്രം. ടെക്നിക്കലി ഇതൊക്കെ റോഡിൻ്റെ അപ്പുറം ഇപ്പുറം, ലൈബ്രറി ഇപ്പുറത്തും യൂണിവേഴ്സിറ്റി അപ്പുറത്തൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിലും ഇതെല്ലാം ചേർന്നതാണല്ലോ ഈ മണ്ഡലം. അപ്പോൾ അതുകൊണ്ട് അതിനെയെല്ലാം മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഈ മണ്ഡലത്തെ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ എതിരാളികളായി ആര് വന്നു കഴിഞ്ഞാലും അതൊന്നും പ്രശ്നമാകില്ല. UDF ഇവിടെ വലിയ വിജയത്തോടു കൂടി UDFിൻ്റെ മണ്ഡലമാണിത്. UDFിന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. CMB തന്നെ ഇവിടെ
25 വർഷം മുമ്പ്. ജനാധിപത്യ കേരള കോൺഗ്രസിലൂടെ ആന്റണി രാജു വലിയ പ്രതിച്ഛായയോടുകൂടി നിൽക്കുന്നൊരു മണ്ഡലം കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടെങ്കിലും ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക കുറിച്ച് സാധാരണ ഒന്നും പറയാറില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കേസിലുണ്ടായിട്ടുള്ള ചില പ്രതിസന്ധിയൊക്കെ വന്നല്ലോ, അതിൻ്റെ പേരിലാണല്ലോ അദ്ദേഹം മാറി നിൽക്കുന്നത്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മളൊന്നും പ്രതിപാദിക്കേണ്ട ആവശ്യമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് സർവേകളിൽ മുഖ്യമന്ത്രിക്ക് വലിയ പിന്തുണയാണ് നിലവിലുള്ളത്. അപ്പോൾ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഇപ്പോൾ നിലനിൽക്കുന്നൊരു ഘടകമുണ്ടോ? എന്താണ് ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിലുണ്ട് എന്നുള്ള കാര്യം അങ്ങേക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? ഞാൻ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരത്തെ സമാപന യോഗത്തിൽ വരെ പൊതുവിപ യാത്രയോടുകൂടെ പോകുന്ന ഒരാളാണ്. UDF തന്നെ 10 ജാഥകളിൽ ഞാൻ പങ്കെടുത്തു. ഉമ്മൻചാണ്ടിയും ആൻ്റണിയും ഒക്കെ രമേശ് ചെന്നിത്തലയൊക്കെ നയിച്ചിട്ടുള്ളത്. ഈ ജാഥകളിലൊക്കെ കാണുന്ന ഓരോരോ പ്രത്യേകതകളുണ്ട്. ഇത്തവണ കണ്ടതെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഈ ഭരണം മടുത്തു. അത് ഇവിടെ ഭരിക്കുന്ന പാർട്ടിയോടുള്ള വിരോധമാണോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി എന്ന വ്യക്തിയോടുള്ള വിരോധമൊന്നുമല്ല. കൃഷിക്കാരാകെ തകർന്നടിഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ താങ്കൾക്ക് ഗ്രാമീണ മേഖലയിലെ സ്ഥിതി അറിയാമല്ലോ. ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ, ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതത്തിൽ വസ്തുവിൻ്റെ വില കുറയുന്നത്. വില കുറഞ്ഞ വസ്തു, വില കൂടിയ വസ്തുവുണ്ട്, അതല്ല. ഒരു സെൻറ്റിന് 50,000 രൂപ ഉണ്ടായിരുന്ന വസ്തുവിന് 5,000 രൂപയാണ് പല സ്ഥലത്തും. ഇതൊരു വലിയ തകർച്ചയല്ലേ? അപ്പോൾ 1 ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ സെൻറ്റിന് 1 ലക്ഷം ഉണ്ടെങ്കിൽ ഒരു കോടിയുടെ സ്വത്തുണ്ട്. അയാൾ നോക്കി നിൽക്കുമ്പോൾ അയാളുടെ വസ്തു ഒരു 25 ലക്ഷത്തിൻ്റെ വസ്തുവായിട്ട് 20 ലക്ഷത്തിൻ്റെ വസ്തുവായിട്ട് മാറുകയാണ്. അപ്പോൾ കേരളത്തിലെ അഗ്രാരിയൻ ഡിസ്ട്രസ്, അതും കാട്ടുമൃഗങ്ങളുടെ ശല്യം, വിലത്തകർച്ച, ഭൂമിയുടെ വിലത്തകർച്ച. അപ്പോൾ ഭൂവില പോകുന്നതോടുകൂടി ഒരാളുടെ സ്വത്ത് നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിടക്കുന്ന ഒരു സ്വർണ്ണാഭരണം പവന് 1 ലക്ഷമാണെങ്കിൽ അതിൻ്റെ ഒരു വില 1 അതിൻ്റെ 50,000 ആണെങ്കിൽ അതിൻ്റെ പകുതി വിലയുള്ളൂ. അപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടിയെങ്കിൽ ഭൂമിയുടെ വില പാടേ കുറഞ്ഞു. അതിനർത്ഥം കൃഷിക്കാർ പാപ്പരായി. ലോൺ എടുത്തിട്ട് ആളുകൾ കഷ്ടപ്പെടുകയാണ്. നമ്മുടെ സഹകരണ മേഖല, ഇപ്പോൾ ഈ നഗരത്തിൽ തന്നെ എത്രയോ സഹകരണ സ്ഥാപനങ്ങൾ തകർന്നടിഞ്ഞു. ഞാൻ പേര് പറയുന്നത് ശരിയല്ല. അപ്പോൾ അവിടെയൊക്കെ നിക്ഷേപം നടത്തിയിട്ടുള്ള ആൾക്കാർ അവരുടെ പരക്കം പാച്ചൽ. അപ്പോൾ അവർക്കൊക്കെ നിക്ഷേപം തിരിച്ചു കൊടുക്കണം. മുഴുവൻ ആളുകൾക്ക് നിക്ഷേപം തിരിച്ചു കൊടുക്കുന്നൊരു പ്രഖ്യാപനം UDF ഭാഗത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സഹകരണ മേഖല, കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചും മധ്യ കേരളത്തിൽ കുട്ടികളില്ല പഠിക്കാൻ. പല കോളേജുകളിലും ഇപ്പം ഞാൻ കോഴിക്കോട് പോയപ്പോൾ പോലും ഒരു കോളേജിൽ പറയുകയാണ്, മാത്തമാറ്റിക്സ് ഡിസഫിലിയേറ്റ് ചെയ്തു, ഹിസ്റ്ററി ഡിസഫിലിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവരൊക്കെ മഹത്തായ വേറെ ഏതെങ്കിലും ഇപ്പോൾ കോഴ്സ് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവരെന്തൊക്കെയോ പഠിക്കുന്നു, ഗവൺമെൻറ്റിനൊന്നറിയില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ആ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എത്ര കുട്ടികൾ എവിടെ പഠിക്കുന്നു എന്നറിയില്ല. പ്രിൻസിപ്പൽമാരും ഇല്ല. ഇപ്പോൾ കുറച്ച് പ്രിൻസിപ്പൽമാരെ വെച്ചിട്ടുണ്ട്, വൈസ് ചാൻസലറും ഇല്ല. അവിടെ എന്തൊക്കെയോ നടക്കുന്നു. യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾ പരക്കം പായുന്നു, കൃഷിക്കാരോട് രക്ഷപ്പെടുന്നു, കുട്ടികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ പോകുന്നത്. അപ്പോൾ ഇതിനേക്കാളും വലിയൊരു ആൻറ്റി ഇൻകംബൻസി വരാനില്ല. പിന്നെ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ അവർ പരസ്യം കൊടുക്കുകയാണ്. ഗവൺമെൻറ് നല്ലതാണെന്നുള്ള പരസ്യം ചെയ്യാൻ PRD വഴി പരസ്യം കൊടുക്കും. PRD വഴിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അത് പരമ്പരാഗതമായിട്ട് പബ്ലിക് റിലേഷൻസുകൾ. ഇത് PR ഏജൻസിയാണ്. ഇത് വളരെ അപകടകരമായൊരു പോക്കാണ്. ഇത് ഞാനിപ്പോൾ ഇലക്ഷൻ കാലത്ത് തമാശ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും പണ്ട് സോവിയറ്റ് യൂണിയൻ തകർന്നതിനെ കുറിച്ചൊരു കഥയുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ ഒരു മന്ത്രി ഒരു വലിയ കളക്റ്റീവ് ഫാമിലി ചെന്നു. ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന സ്ഥലത്ത്. ഇവിടെ എല്ലാ കൃഷിക്കാർക്കും സുഖമാണോ? വളരെ സുഖമാണെന്ന്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം? അയ്യോ, ഇതുവരെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. മാനേജർ പറയുകയാണ്, ഇതിൻ്റെ പാർട്ടിയുടെ ചുമതലക്കാർ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഉൽപ്പാദനം എങ്ങനെ ഉണ്ടെന്ന്. അയ്യോ, ഉരുളക്കിഴങ്ങിൻ്റെ ഉൽപ്പാദനം ഇവിടെ കുന്നുകൂട്ടിയിട്ട് ദൈവത്തിൻ്റെ കാലിൽ ചെന്ന് കൊണ്ടു. അപ്പോൾ ഈ ചോദിക്കാൻ വന്ന ആൾ പറഞ്ഞു, അല്ലേ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ദൈവം എന്നൊന്നും പറയുന്നത് അത്ര ഒരു ശരിയായൊരു രീതിയല്ല, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ദൈവമില്ലാന്ന് എനിക്കറിയാം, പക്ഷേ ഉരുളക്കിഴങ്ങുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആ സ്ഥിതിയാണ് ഇവിടെ. കേരളത്തിൽ നമ്പർ 1 ആരോഗ്യരംഗം.
പക്ഷേ അസുഖം വന്നാൽ അമേരിക്ക. അപ്പോൾ നമ്പർ 1 ഉള്ള സ്ഥലത്ത് തന്നെ ചികിത്സിച്ചാൽ പോരെ? അല്ലെങ്കിൽ നമ്പർ 1 അല്ല, നമ്മുടെ പരിമിതമായ സൗകര്യം അനുസരിച്ച് നമ്മുടെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ അമേരിക്ക പോയി എന്ന് പറഞ്ഞാൽ വെൽ ആൻഡ് ഗുഡ്, പോയിട്ടെ. അപ്പോൾ ഇത് മുഴുവൻ ഫോൾസ് പ്രൊപ്പഗൻഡയാണ്. ഇത് ക്യാമ്പയിൻ അല്ല, ഇത് ഫോൾസ് പ്രൊപ്പഗൻഡ. ആ ഫോൾസ് പ്രൊപ്പഗൻഡ നടത്തിയിട്ട് സലീം കുമാറിൻ്റെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, മനസ്സിലായിക്കോണല്ലോ, ബിരിയാണി ഉണ്ടെങ്കിലോ എന്നൊരു വിചാരം. ഏത് ബിരിയാണി ഉണ്ടെന്ന് നുണ പറഞ്ഞതാണ്. അതിന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വിക്ടിം ഓഫ് അവർ ഓൺ ക്യാമ്പയിൻ. നമ്മൾ തന്നെ ഒരു നുണ പറയുക, എന്നിട്ട് നമ്മൾ തന്നെ അത് വിശ്വസിക്കുക എന്ന പരുവത്തിലാണ് ഇപ്പോൾ ഇടതുമുന്നണി നേതാക്കന്മാർ. അവരും വിശ്വസിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവർ റിയാലിറ്റി ചെക്ക് ചെയ്യുമ്പോഴാണ് ഒന്നുമില്ല. അതുകൊണ്ട് കേരളം ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു റിയാലിറ്റി ചെക്ക് ഇടതുപക്ഷ മുന്നണിക്ക് കൊടുക്കും. ഇതൊന്നും അല്ല സ്ഥിതി, വളരെ മോശമാണ്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്നൊക്കെയാണ് ഹാഷ്ടാഗും ക്യാമ്പയിനും ഒക്കെ. അപ്പോൾ ഇത് ഒരു പൂർണ്ണ അർത്ഥത്തിൽ ഒരു പരിധിവരെയും വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടാകും അല്ലേ? അതാണ് ഫോൾസ് പ്രൊപ്പഗൻഡ. അത് ഈ ബിരിയാണി ഉണ്ടെന്ന് വിചാരിക്കുന്ന കുറച്ചാളുണ്ട് ഈ പറഞ്ഞ കൂട്ടത്തില്ലേ. അവർ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടെന്ന്, പക്ഷേ ഈ ശരിക്കും ഉണ്ടെങ്കിലോ എന്ന് വിചാരിക്കുന്ന കുറച്ച് പാവങ്ങളുണ്ട്. പക്ഷെ ബിരിയാണി ഇല്ല എന്നുള്ള കാര്യം സത്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ തരത്തിലും തകർന്ന ഒരു ഗവൺമെൻറ് ലോകോത്തര ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞവർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടോയെന്ന്. പക്ഷെ ജനങ്ങൾക്ക് സംശയമില്ല. അതാണല്ലോ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കണ്ടത്, അതാണല്ലോ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ കണ്ടത്, അതുതന്നെയല്ലേ പാർലമെൻറ്റിലും കണ്ടത്. എല്ലാ തരത്തിലുമുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ പരാജയപ്പെട്ട ചേലക്കരയിൽ പോലും ഇടതുമുന്നണി പുറകോട്ട് പോവുക ചെയ്തത് അല്ലേ? അതേസമയം മുൻകാലങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ അപ്പോഴും സിറ്റിംഗ് പ്രറ്റി ഇത്തവണ BJP അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം മോദി കൊച്ചിയിലെത്തി വലിയ വികസന പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വോട്ടായി മാറുമെന്നുള്ളൊരു കണക്കൂട്ടൽ BJP കേന്ദ്രങ്ങളിൽ സജീവമായിട്ടുണ്ട്. നേരത്തെ മോദി തിരുവനന്തപുരത്ത് വന്നപ്പോഴും നമ്മളത് കണ്ടതാണ്. ഈ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിലൂടെ ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ടുകൾ അത് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു ഒരു ഒരു കൃത്യമായിട്ടുള്ളൊരു BJPയുടെ വളർച്ച ഒരു യാഥാർത്ഥ്യമായിരുന്നല്ലോ. ഇപ്പോൾ 2006 മുതൽ 2026 വരെയുള്ള ഒരു 20 ഇയേഴ്സിൽ 2001 വരെ അവർ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, 2001 വരെ. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും കഴിഞ്ഞല്ലോ, വലിയ വളർച്ച ഉണ്ടായില്ല. പഞ്ചായത്തിലേക്ക് വന്നപ്പോഴോ പാലക്കാട് തൃശ്ശൂർ മാത്രം അവർ സുരേഷ് ഗോപിയുടെ വിജയം ഉണ്ടായി. പക്ഷേ എവിടെയും വലിയ തരത്തിലൊന്നും വോട്ട് കൂടിയില്ല. ഇപ്പോഴോ പഞ്ചായത്തിൽ വന്നപ്പോഴോ ഏതാണ്ട് 25,000 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. BJP മത്സരിക്കാത്ത അപൂർവം സീറ്റേ ഉള്ളൂ. പക്ഷേ BJPക്ക് NDAക്കും കൂടെ കിട്ടിയ വോട്ട് 14.75% അല്ലേ. ഇനി BJPയുടെ വളർച്ചയ്ക്ക് 2016 മുതൽ ആക്കം കൂട്ടിയത് BDJS SNDPയുടെ പിന്തുണയോടുള്ള ആ BDJS അതീവ നിരാശരായി. 311 സീറ്റിൽ മത്സരിച്ച BDJSന് 4 സീറ്റിലാണ് ജയിച്ചത്. അപ്പോൾ BDJS ബലത്തിലിപ്പോൾ NDAയിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് മുൻപ് BJPയിൽ നിന്നുണ്ടായ ആ ഒരു വെല്ലുവിളി ഉണ്ടല്ലോ, കുറഞ്ഞിരിക്കുകയാണ്. UDF കേരളത്തിൽ ഇത്തവണ അധികാരത്തിൽ വരും എന്നുള്ള കാര്യം പറയാൻ കാരണം എന്താണ്? മെയിനായിട്ടുള്ള കാരണം ഞങ്ങൾ ശക്തിപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്, മറ്റവരുടെ ദൗർബല്യമല്ല. അത് രണ്ടാ. അപ്പം അവർ ദുർബലമായാലും നമുക്ക് ജയിക്കാമല്ലോ. ഇപ്പോൾ നമ്മൾ ടെന്നീസ് കളിക്കുമ്പോൾ ഡബിൾ ഫോൾട്ട് വന്നാൽ നമ്മൾ കളിക്കുക വേണ്ട, മറ്റേ ആൾ 2 ഫോൾട്ട് വെച്ച് 4 സർവിൽ ചെയ്താൽ അയാൾ തോറ്റു, നമ്മൾ ജയിച്ചു. നമ്മളൊന്നും ചെയ്യണ്ട. അങ്ങനെ എതിരാളിയുടെ ഡബിൾ ഫോൾട്ട് കൊണ്ടല്ല UDF ജയിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പുതുപ്പള്ളി മണ്ഡലം മാത്രം എടുക്കാം. പുതുപ്പള്ളി മണ്ഡലം മാത്രമേ പിന്നെ ജയിക്കുന്ന കാര്യം സംശയമില്ലായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് അവിടെ കിട്ടിയ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം 33,000. ചാണ്ടി ഉമ്മനോ 38,000. ഉമ്മൻചാണ്ടിക്ക് ഒരിക്കലും 80,000 വോട്ട് കിട്ടിയിട്ടില്ല. അവിടെ 70,000-ലേക്ക് തന്നെ അതേ അടുത്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾ 80,000 അല്ലേ? അതെ. നിലമ്പൂരിൽ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും വലിയ വോട്ടാണ് ആര്യാടൻ ഷൗക്കത്ത്. ചേലക്കരയിൽ 84,000 വോട്ടാണ്. ചേലക്കരയിൽ ഇടതുമുന്നണിയാണ് വിജയിച്ചത്. 84,000-ന് 64,000. അപ്പോൾ ഞങ്ങൾ ശക്തിപ്പെട്ടില്ലേ?
പാലക്കാട് 7,000-18,000 ഭൂരിപക്ഷം കൂടി. പാലക്കാട് MLA വിജയിപ്പിച്ചത് ഇപ്പോൾ തലവേദന ആയോ എന്നുള്ള കാര്യം മറ്റൊരു സബ്ജക്റ്റാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയ വശം നോക്കുമ്പോൾ വലിയ ഞങ്ങൾ ശക്തിപ്പെട്ടു. പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരാണോ ഇപ്പോൾ? അല്ലല്ലോ. ഏതാണ്ട് ഇരട്ടിയോളം പഞ്ചായത്ത് പ്രസിഡന്റുമാരല്ലേ വന്നേ. 525 ആളല്ലേ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 300 ചില്ലാനല്ലേ ഉള്ളൂ. അതേപോലെ തന്നെ കോർപ്പറേഷൻ മേയർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, അവരുടെ ഭൂരിപക്ഷം. അപ്പം ഞങ്ങളുടെ ശക്തിപ്പെടലുണ്ടായി എന്നുള്ളതാണ്. ആ ഞങ്ങളുടെ ശക്തിപ്പെടൽ അവരെ ദുർബലമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് അവർ ഞങ്ങളെക്കാളും മോശമായി, അപ്പം മോശമായിരുന്ന ആൾ ജയിച്ചു, അങ്ങനെയല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ശക്തിപ്പെടൽ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജയിക്കുന്നത്. അത് വലിയൊരു റെക്കോർഡ് തന്നെയാണ് ഒരു പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. ജി സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാവ് CPM വിട്ടത് അവർക്ക് ദോഷം ചെയ്യുമെന്നുള്ള വിലയിരുത്തൽ അങ്ങേക്കുണ്ടോ? പ്രത്യേകിച്ച് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പിന്തുണയ്ക്കാനുള്ള സാധ്യതയും കാണുകയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ നിർത്താൻ കഴിയാതെ പോകുന്നത്? രാഷ്ട്രീയത്തിൽ പല ഘടകങ്ങളുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം CMBയിലോ CPIയിലോ ഒക്കെ ചേരുന്നതിനോട് എനിക്ക് താല്പര്യമാണല്ലോ. CMB ചേരുന്നത്. പക്ഷേ അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും ചർച്ച അദ്ദേഹം അല്ല, ഞാൻ പറയുകയാണ്, ഞാൻ ആ ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങളുടെയൊക്കെ നേതാവായിരുന്നു സുധാകരൻ. ഞാനൊക്കെ ജി സുധാകരൻ സിന്ദാബാദ് എന്ന് വിളിച്ച മുദ്രാവാക്യം വിളിച്ച ഒരാളാണ്. അത്രയും വലിയ നേതാവായിരുന്നു സുധാകരൻ. പക്ഷേ ആ സുധാകരൻ CPMൽ നിന്ന് വിടുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമാണ് ഉണ്ടായത്. കാരണം CPM ദുർബലമാവുന്നതുകൊണ്ടല്ല. 63 കൊല്ലക്കാലം പാർട്ടിയിൽ നിന്ന് സ്വന്തം അനുജനെ പോലും രക്തസാക്ഷിയായി കണ്ട ആ കുടുംബത്തിൽ നിന്ന് വരുന്ന സുധാകരൻ ഇറങ്ങിപ്പോകുമ്പോൾ വിളിക്കാനൊരാളുണ്ടായില്ല. സുധാകരൻ, നീ ചെയ്യുന്നത് ശരിയല്ല. VS ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായി അങ്ങനെ സംഭവിക്കുമായിരുന്നു. VSമായിട്ട് എടുത്തും അനുകൂലിച്ചും സുധാകരൻ നിന്നിട്ടുണ്ട്. VS ആളുകളെ അത്യാവശ്യമൊക്കെ പുറത്താക്കുന്നതിൽ മോശക്കാരനല്ലായിരുന്നു. പക്ഷെ അവസാന കാലത്തെ VS അങ്ങനെയല്ല, അതേ ആളുകളെ ചേർത്ത് നിർത്തുമായിരുന്നു. പക്ഷേ AKG ഉണ്ടായിരുന്നെങ്കിൽ ഒരാളും പോയില്ലായിരുന്നു. രാഷ്ട്രീയ അഭിപ്രായവ്യത്യാസം കൊണ്ട് പോകും. രാഷ്ട്രീയ അഭിപ്രായവ്യത്യാസം പോയല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ KPR ഗോപാലൻ പാർട്ടി വിടുമ്പോൾ EMS AKG ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയനാണ്. ഞങ്ങൾ ഈ പാർട്ടിയുടെ നയത്തിനെതിരാണ്. പക്ഷെ ജി സുധാകരൻ പറഞ്ഞോ, ഞാൻ CPMനെതിരാണ്. CPMൻ്റെ രാഷ്ട്രീയ നയത്തിന് എതിര് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ CPMലെ സംഘടനാ പ്രശ്നങ്ങളാണ് രാഷ്ട്രീയ പ്രശ്നമായി മാറിയിട്ടുള്ളത്. അപ്പോൾ ആ സംഘടനാ പ്രശ്നം പറഞ്ഞു തീർക്കാൻ ആ പാർട്ടിയിൽ ചോദിക്കാനും പറയാനും ആളില്ലേ? അപ്പോൾ അങ്ങനെ വേലിയും കോലും ഇല്ലാതായോ CPMന്? ജില്ലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു. പക്ഷേ ഒരു അനുരഞ്ജനം അത് കൃത്യമായി നടന്നില്ല എന്നത് വേണം മനസ്സിലാക്കാൻ. സീനിയറായ ഒരാളെ ഇരുത്തി സംസാരിക്കേണ്ട വേദികൾ ഇരുത്തി സംസാരിക്കാൻ ഒടുവിൽ മുഖ്യമന്ത്രിയും മുൻകൈ എടുത്തു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി എടുക്കേണ്ട സമയത്ത് എടുത്തോ? MP ഗോവിന്ദൻ തന്നെ അദ്ദേഹത്തോട് കാണിച്ച ഒരു MP ഗോവിന്ദൻ പരിഹസിച്ചിരിക്കുകയല്ലേ ചെയ്തത്. ഏത് സുധാകരൻ എന്നർത്ഥത്തിൽ ഇതേ വാചകമല്ല. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPMനെ പോലെ പാർട്ടിക്ക് വേണ്ടി 63 വർഷം പ്രവർത്തിച്ചാലും നിങ്ങൾ കൈക്കല കൂടാതെ എടുത്തെറിയപ്പെടും എന്നൊരു സന്ദേശം വളരെ മോശമായിപ്പോയി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്. അപ്പം അതിൻ്റെ ബെനിഫിഷ്യറി ഞങ്ങളായിരിക്കും, UDF ആയിരിക്കും. പക്ഷെ ഞാൻ ആ ബെനിഫിഷ്യറിയുടെ സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ഞാനതിലത്തെ വിഷമം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു യഥാർത്ഥ CPMകാരൻ്റെ മനസ്സിലുള്ള ഒരു വികാരവുമായിട്ട് അവിടെയാണ് ഞാൻ ഒരു കോണ്ടൂർ ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹം മത്സരിക്കും എന്ന് പറഞ്ഞല്ലോ അല്ലേ? അതെ. ഇവിടെ ഞാനൊരു സമാനത കാണുന്നത് 1962 തിരുവനന്തപുരം പാർലമെൻറ്റിൽ PS നടരാജപിള്ള അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുണ്ട്, ആരുടെയും പിന്തുണ ആവശ്യപ്പെടാതെ. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ ലഭ്യമായിക്കൊണ്ട് അദ്ദേഹം ജയിച്ചു. അങ്ങനൊരു ചരിത്രമുണ്ട്. അപ്പോൾ അതുകൊണ്ട്
മറ്റൊരു PS സ്വതന്ത്ര നടരാജപിള്ള സ്ഥാനാർത്ഥിയായി നിന്നാൽ അദ്ദേഹം മത്സരിച്ച് വിജയിക്കാനുള്ള സാധ്യത 62 ജയിച്ചല്ലോ. അത് അല്ല, ജി പാർലമെന്റ്. സുധാകരന്റെ കാര്യത്തിൽ അതെ, ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുകയും കോൺഗ്രസ് പിന്തുണയ്ക്കുകയും UDF പിന്താങ്ങുകയും ചെയ്താൽ സുധാകരൻ ഈസിയായിട്ട് ജയിക്കും. ആ വിജയം ആലപ്പുഴയിലെ CPM-ൻ്റെ കഥ കഴിക്കും. കരണത്തടിയായി മാറുമല്ലേ? ആലപ്പുഴ കൊല്ലം ജില്ല. അദ്ദേഹം കൊല്ലംകാരനാണ് ശരിക്കും. അദ്ദേഹം കൊല്ലം ജന്മദേശം കൊല്ലമല്ല, പക്ഷെ പഠിച്ചതൊക്കെ കൊല്ലത്താണ്. ചെറുപ്പത്തിൽ അദ്ദേഹം സാറായിരുന്നു. അദ്ദേഹത്തെ സാറെന്ന് വിളിക്കുന്നത് മധുര ആയതുകൊണ്ടല്ല, അദ്ദേഹം ഈ പഠിക്കുന്ന സമയത്ത് ഷേക്സ്പിയർ പഠിപ്പിച്ചിരുന്ന ഒരു സ്റ്റുഡൻറ്റാണ്. അയാൾ അന്നത്തെ MA ആണ്, ഇംഗ്ലീഷ് MA ആണ്. അപ്പോൾ സുധാകരൻ സാറിന് കുട്ടികൾ വിളിച്ചിരുന്നത് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിദ്യാർത്ഥി നേതാവാകുന്നത്. അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് ലീഡറാണ്. അന്നത്തെ കാലത്തെ ഏർലി 70s MA ബിരുദമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. വി ഡി സതീശൻ്റെ പുതുകയാത്രയുടെ സമാപനത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 5 വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വെച്ചു. ഇതൊക്കെ കൃത്യമായി വോട്ടായി മാറും, തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? ഈ 5 പ്രഖ്യാപനം വന്നതോടുകൂടി കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റം ഭയങ്കരമാണ്. ആദ്യത്തെ ദിവസമൊക്കെ ഈ ലെഫ്റ്റ് ഹാൻഡിൽസ് അതിനെയൊക്കെ പരിഹസിച്ചൊക്കെ കുറേ കമൻ്റൊക്കെ ഇട്ടു. പക്ഷെ വളരെ ബുദ്ധിയോടുകൂടി അവർ പിൻവാങ്ങിയതെന്ന്. അതിലേറ്റവും വലിയ കാര്യം ഇൻഷുറൻസാണ്. എല്ലാ കുടുംബങ്ങൾക്കും ലഭ്യമാകുന്ന ഇൻഷുറൻസ്. അതിനിട്ട പേരോ ഉമ്മൻചാണ്ടി ആരോഗ്യ പദ്ധതി. അപ്പോൾ ആ ഉമ്മൻചാണ്ടി ഭരണത്തെ അത് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അന്നത്തെ കാരുണ്യ ബെനവലൻസ് സ്കീം വലിയ ആശ്വാസമായിരുന്നു രോഗികൾക്ക്. ഇന്നിപ്പോൾ ഒരു ക്യാൻസർ വന്നാൽ വീണ്ടും ആ കുടുംബം തകരുന്ന അവസ്ഥയല്ലേ. അപ്പോൾ അതുകൊണ്ട് 25 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പ്രീമിയം ഒന്നും അടയ്ക്കാത്ത തരത്തിൽ തന്നെ കൊടുക്കാൻ കഴിയും. അതിനുവേണ്ടി പണം മാറ്റി വയ്ക്കുക. ആ പണം മാറ്റി വെച്ചിട്ട് ബാക്കി പണം കൊണ്ട് മതി നമ്മുടെ ഗവൺമെൻറ്. പക്ഷേ അതിലൊരു നിർണായക പ്രഖ്യാപനം KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമെന്നുള്ളതാണ്. മന്ത്രി KB ഗണേഷ് കുമാർ തന്നെ അതിനകത്ത് പ്രതികരണവുമായി രംഗത്ത് വന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ KSRTC അടച്ചുപൂട്ടേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം കൂടിയില്ലേ എന്നുള്ളത് മറ്റൊരു ചോദ്യം കൂടിയല്ലേ? ഈ വിഷയം പറഞ്ഞോടുകൂടി KSRTC ഒരു ഡൈയിങ് യൂണിറ്റ് പോലെ ആയിരുന്നു. നമ്മൾ ഇൻഡസ്ട്രിയിൽ സൺസെറ്റ് ഇൻഡസ്ട്രി എന്ന് പറയും. അപ്പോൾ ഇതൊരു അസ്തമിക്കുന്ന സൂര്യനായിരുന്നു KSRTC. ഈ പ്രഖ്യാപനം വന്നതോടുകൂടി എങ്ങനെ KSRTCയെ ലാഭകരമാക്കാം, എങ്ങനെ KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കാം, KSRTCയിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്നുള്ള കാര്യത്തിൽ നമ്മൾ കമ്മിറ്റഡ് ആണല്ലോ UDF. അങ്ങനെ വരുമ്പോൾ ഈ ടിക്കറ്റിൻ്റേതല്ലാത്ത വരുമാനം, ടിക്കറ്റ് ഇതര വരുമാനം. ഇപ്പം മെട്രോകളൊക്കെ പോകുന്നതിൻ്റെ മെയിനായിട്ട് താങ്കൾക്ക് എന്നെക്കാളും അറിയാം. ഇപ്പം മെട്രോ വർക്ക് ചെയ്യുന്നത് ടിക്കറ്റ് ഇതര വരുമാനത്തിൽ നിന്നാണ്. KSRTCയുടെ ആകെ വരുമാനത്തിൽ ടിക്കറ്റ് ഇതര വരുമാനം എത്ര ശതമാനമാണ്? പക്ഷേ കൃത്യമായി ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കാൻ പെടുന്ന പാട് അല്ല ഞാൻ ചോദിക്കുന്നത്. KSRTC എന്ന 100 വർഷത്തോളം എത്താൻ പോകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ടിക്കറ്റ് ഇതര വരുമാനം നിയർ സീറോ അല്ലേ? അതെ, തീർച്ചയായും. ശരിയാണോ? കുറച്ചൊരു പരസ്യമുണ്ട്, ഇല്ല എന്നല്ല. അതും കടം പറയാണ്. ഇപ്പോൾ ആ KSRTCക്ക് കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്നതാണ് അതിൻ്റെ പരസ്യം. അതിലിപ്പോൾ പിണറായി വിജയൻ്റെ പടം ഒട്ടിച്ചിട്ട് പൈസ കൊടുക്കുന്നില്ല എന്നാണ് കേട്ടത്. മര്യാദയ്ക്ക് സോപ്പിൻ്റെയോ ചീപ്പിൻ്റെയോ പരസ്യമായിരുന്നെങ്കിൽ അത് ടിക്കറ്റ് ഇതര വരുമാനമായിരുന്നു. അതും ഗവൺമെൻറ് പിടിച്ചെടുത്തു. ഗവൺമെൻറ് എല്ലായിടത്തും കുടിശ്ശികയല്ലേ. എന്നിട്ട് ഇനി KSRTCക്ക് കൊടുക്കാനുള്ള പൈസയും തട്ടിക്കിഴിച്ചോളാൻ പറഞ്ഞു എന്നാണ് കേട്ടത്. മേ ബി റോങ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ KSRTC എന്ന ആ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ ഞങ്ങൾക്ക് നന്നാക്കിയേ പറ്റൂ. അപ്പം ഞങ്ങളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾക്ക് ഇത് മരിച്ചോട്ടെ എന്നുണ്ടായിരുന്നു. വേറൊന്നും തുടങ്ങാം. ഇപ്പോൾ ഈ ഗവൺമെൻറ് എന്താ ചെയ്തെന്നറിയോ? KSRTCയെ ഈ മൃദുവായ വിഷം കൊടുത്ത് കൊല്ലുകയാണ്. സ്ലോ പോയ്സൺ. ഇപ്പോൾ സ്വിഫ്റ്റ് എന്ന് കൊണ്ടുവന്നു. അത് KSRTC ആണോ? മറ്റൊരു കമ്പനിയാണ്. ഈ സ്വിഫ്റ്റിലെ കണ്ടക്ടറെ കുറിച്ച് KSRTCയിൽ റിട്ടയർ ചെയ്തൊരു കണ്ടക്ടർ എന്നോട് എന്താ പറഞ്ഞതറിയോ? തിരുവനന്തപുരത്തെ ഓട്ടന്മാരാണല്ലോ അവരൊക്കെ. സാറേ, അത് കളയക്കാർ വരുന്ന പോലെയാണ് സ്വിഫ്റ്റിൽ വണ്ടി ഓടിക്കണത്. നമ്മുടെ ആൾ കൈക്കോട്ടുമായിട്ട് നമ്മുടെ വീട്ടിൽ പണിയാൻ വന്നാൽ വൈകുന്നേരം അതിനുള്ള കൂലി കൊടുക്കുക, അയാൾ പോകും അല്ലേ? തീർച്ചയായും. അപ്പോൾ കൂലിപ്പണിക്കാരാക്കി ഈ ഗവൺമെൻറ് KSRTC ജീവനക്കാരനെ നിർധനനായ കൂലിവേലക്കാരനാക്കി മാറ്റി. പണ്ടോ
പെൻഷൻ അർഹതയുള്ള, ലീവ് ആനുകൂല്യമുള്ള, PF ഉള്ള, ഗ്രാറ്റുവിറ്റി ഉള്ള പൊതുമേഖലാ ജീവനക്കാരനായിരുന്നു. പക്ഷേ ഇത് UDF സർക്കാരിൻ്റെ കാലത്തും KSRTC കുത്തഴിഞ്ഞ സംവിധാനത്തിലേക്ക് പോയിരുന്നില്ലേ? KSRTC ഉടനെ ഉണ്ടായ അപകടമല്ല. അപ്പം നമ്മൾ തുറന്ന് ചിന്തിക്കാൻ പോവുകയാണ്, KSRTCയുടെ ഡീസൽ എങ്ങനെ കുറയ്ക്കാൻ പറ്റും. എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ KSRTCയിൽ ബസ്സുകളുടെ എഫിഷ്യൻസി കൂട്ടണം, എഫിഷ്യൻ്റായ ബസ്സുകൾ മേടിക്കണം, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ നമ്പർ ഓഫ് തിങ്സ്. അപ്പോൾ എന്തായാലും KSRTC എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ സ്ത്രീകൾക്ക് സൗജന്യമായ യാത്ര കൊടുക്കും എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തോടു കൂടി പൊതുമേഖല എങ്ങനെ ലാഭകരമായിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നതിനെക്കുറിച്ച് വലിയൊരു ചർച്ച കെട്ടഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്ത്രീകൾക്കുണ്ടാവുന്ന അഡ്വാൻറ്റേജ് പോലെ തന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിന് ചുറ്റും ഓട്ടോറിക്ഷകൾ കിടന്ന് കറങ്ങുന്നുണ്ട് അല്ലേ? ആരും അവിടെ കയറാൻ പാടില്ല. അവിടെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്, അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുതെന്ന് എഴുതി വെച്ച പോലെ അന്യ വാഹനങ്ങൾ ഇവിടെ കയറാൻ പാടില്ല. പ്രവേശനമില്ല. കയറിയാൽ അപ്പോൾ വെടി വെച്ച് കൊല്ലും. എന്നാൽ എല്ലാ ഓട്ടോറിക്ഷക്കാർക്കും പോകാനായിട്ട് ഒരു ചാനലിട്ട് കൊടുത്താൽ ഓരോ പ്രാവശ്യം ഒരു കയറുമ്പോഴും 2 രൂപയോ 3 രൂപയോ കൊടുത്താൽ ഒരു ദിവസം ഒരു വണ്ടി തന്നെ 10 പ്രാവശ്യം കയറില്ലേ? യാത്രക്കാർക്ക് എത്ര സൗകര്യമുണ്ട് അല്ലേ? ടാക്സി. ഇപ്പോൾ KSRTCക്ക് തന്നെ ഇപ്പോൾ അത് ഊബർ എന്നുണ്ടൊരു സംവിധാനം ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായും. ഈ ഊബറിൻ്റെ വണ്ടികൾ എവിടെ കിടക്കണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ KSRTCയിൽ നിന്ന് വിളിച്ചാൽ ടക്കെന്ന് ഊബർ കിട്ടുന്നൊരു, അല്ലെങ്കിൽ അതുപോലത്തെ ഓട്ടോറിക്ഷകൾ കിട്ടുന്നൊരു സംവിധാനം. അപ്പോൾ നമ്മൾ KSRTCയെ ടോട്ടൽ ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറ്റുകയാണെങ്കിൽ KSRTCക്ക് വരുമാനം വർദ്ധിക്കും. അപ്പോൾ ഗണേഷ് പറഞ്ഞതുപോലെ ശരിയാണ്, ഗണേഷ് കുമാർ, ഇപ്പം നടക്കുന്ന പോലെ നടത്താൻ ബുദ്ധിമുട്ടാവും. പക്ഷേ ഇതിനേക്കാൾ നന്നായി നടത്തിയാലോ പല കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസിന് കൊടുക്കുന്നില്ലേ, സ്റ്റുഡൻസിന് കൺസെഷൻ കൊടുക്കുന്നില്ലേ, അതുപോലെ സ്ത്രീകൾക്കും കൊടുക്കും. ലൈക്ക് ദാറ്റ്. രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണങ്ങ്. നിലവിലത്തെ ട്രഷറിയുടെ സാഹചര്യവും ഈ സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ കാലാകാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖജനാവിൻ്റെ നിലവിലത്തെ സ്ഥിതി പരിതാപകരമാണ് എന്നതാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. അങ്ങയുടെ ഒരു നിരീക്ഷണം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ എന്താണ്? അതൊരു 10 വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ, ഞാൻ ബാലഗോപാൽ എന്ന് പറയുന്ന ധനമന്ത്രി, അദ്ദേഹം നന്നായിട്ട് ബുക്ക് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ടോൾ ടോക്കൊന്നുമില്ല, പൊങ്ങച്ചമ്പറച്ചലോ എല്ലാം ചപ്പടാച്ചിയൊന്നുമില്ല. നോ നോൺസെൻസ്, ജെൻറ്റിൽമാനാണ്. അത് പറയണമല്ലോ. അതെ, നമ്മൾ പറയുമ്പോൾ എല്ലാവരെയും പറയുമ്പോൾ നല്ലതും പറയട്ടെ, അത് എനിക്കിഷ്ടമല്ല. പക്ഷേ 10 വർഷത്തെ സ്റ്റേറ്റ് സോൺ ടാക്സ് റവന്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് ആകെ 42-83 ഗ്രോത്താണ്. കഷ്ടിച്ച് 100%. 10 വർഷം കൊണ്ട് ഡബിൾ ചെയ്തു. അപ്പോൾ എത്ര പെർസെൻറ്റ് ഡബിൾ ചെയ്തു? എത്ര പെർസെൻറ്റ് ഉണ്ടായി അഗ്രിഗേറ്റ് ഗ്രോത്ത്? 7%. ഇതൊരു 10% ഗ്രോ ചെയ്തിരുന്നെങ്കിൽ പോലും ആദ്യത്തെ 7 കൊല്ലം കൊണ്ട് ഡബിൾ ചെയ്യുമായിരുന്നു. പിന്നത്തെ 3.5 വർഷം കഴിയുമ്പോൾ ഹാഫും കൂടെ വരുമായിരുന്നു അല്ലേ? തീർച്ചയായും. 1,20,000 ന്യായമായിട്ട് വരേണ്ട സമയമായി. ഒരു കോവിഡിൻ്റെ ഒരു തകർച്ച നമ്മളതൊന്ന് മൈനസ് ചെയ്താൽ തന്നെ ഒരു 1.30, 1.35 കിട്ടേണ്ട സ്ഥാനത്ത് 1.25 കിട്ടിയിരുന്നെങ്കിൽ ഈ 40,000 കോടി വലിയൊരു വിൻഡോ അല്ലേ പെർ ഇയർ. അപ്പോൾ അത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും കടം വാങ്ങിക്കേണ്ടി വരില്ലായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഇതൊരു ചെറിയ സ്റ്റേറ്റ് അല്ലേ? നമ്മുടെ ശമ്പളം 2,500 കോടി മതി ഒരു മാസത്തിലെ. 25,000 കോടി ഉണ്ടെങ്കിൽ 30,000 കോടി ഉണ്ടെങ്കിൽ ശമ്പളമൊക്കെ സന്തോഷമായിട്ട് കൊടുക്കാം. ഇത്രയൊക്കെ നമ്മളുള്ളൂ. നമുക്കൊരു 5 ലക്ഷം ആളല്ലേ ഉള്ളൂ അല്ലേ? നമുക്ക് സൗകര്യമുള്ള സ്ഥലമാണ്. അത്ര വലിയ മിസ്റ്റിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു 35,000 കോടി അധികം കിട്ടിയാൽ ഈ കടബാധ്യതകളൊക്കെ കുറച്ച് വികസന പ്രവർത്തനത്തിന് പണം ചെലവഴിക്കാം. ഇവരെന്താ ചെയ്തത്? ബാലഗോപാൽ വികസനം കട്ട് ചെയ്തു. 20,000 കോടിയായിരുന്നു നമ്മൾ പോകുമ്പോൾ പ്ലാൻ ഔട്ടിലെ, ഇപ്പോഴും 32. അപ്പോൾ സ്റ്റേറ്റ് സോൺ ടാക്സ് റവന്യൂ ഡബിൾ ചെയ്തിട്ടും പ്ലാൻ ഡബിൾ ചെയ്തില്ല. അതിനെ കിഫ്ബിയിലേക്ക് തിരിച്ചു വിട്ടു. കിഫ്ബിയിലേക്ക് എന്നിട്ട് എത്രയുണ്ടായി? 1 ലക്ഷം കോടി എന്നൊക്കെയാണ് പറയുക. അത് കടലാസില്ല.
36,000 കോടി ചിലവായിട്ടുള്ളൂ, പേയ്മെൻ്റ് ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. അതിനാണെങ്കിലോ ഹ്യൂജ് എമൗണ്ട് വലിയ റേറ്റിൽ പലിശയ്ക്ക് എടുത്തു. സത്യം പറഞ്ഞാൽ 3%-നും 2%-നും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മണി അവൈലബിളാണ്. 9.25 പോയിട്ട് ആരെങ്കിലും പൈസ എടുക്കുമോ? 6 മാസം കൊണ്ട് തിരിച്ചടയ്ക്കണം. അതേസമയം നമ്മൾ ഈ മെട്രോയ്ക്കൊക്കെ വേണ്ടി ശ്രീധരേട്ടനൊക്കെ എടുത്തത് കുറേ ഗസ്റ്റേഷൻ പീരീഡ് ഉണ്ട്, കുറേ നാൾ അടയ്ക്കണ്ട. പിന്നെ ടെലിസ്കോപ്പിക്കായിട്ട് കുറയും, കൂടുള്ളൂ. ആദ്യം ഇത്ര അടയ്ക്കുക, പിന്നെ ലോങ് ടേം അടച്ചാൽ മതി എന്നർത്ഥം. അപ്പോൾ ഇവർ ചെയ്തതെല്ലാം വളരെ തെറ്റായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റായിരുന്നു. അതുകൊണ്ട് ധനകാര്യ മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തിയാൽ കേരളത്തിന് എന്തുകൊണ്ട് സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ കൺസംഷൻ കൂടുതലല്ലേ. ഇപ്പോൾ തന്നെ നിങ്ങളും ഞാനും സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാരാണല്ലോ. ഇന്നിപ്പോൾ ഒരു വീട്ടിൽ ചെന്നാൽ ആളുകൾ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്നാൽ, ഹോട്ടലിൽ ചെന്നാൽ ഞാൻ നോക്കിയിട്ട് പണ്ടാണ് ഈ ഫാൻ ഉണ്ടോയെന്ന് നോക്കുന്നത്. ഇപ്പോഴോ AC ഉണ്ടോയെന്ന്. കറക്റ്റ്. ഹൈടെക് ആണോ എന്നുള്ളതായിരിക്കും. അതുപോലെ നമ്മളൊരു കല്യാണത്തിന് ചെന്നാൽ, പണ്ടൊക്കെ ഞങ്ങളൊരു കല്യാണത്തിന് ചെന്നാൽ വണ്ടിയുള്ള ഒരാൾ, വണ്ടി ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം എന്ന് പറയാം, അല്ലേ? അതെ അതെ. ഇപ്പോൾ കല്യാണത്തിൻ്റെ ഒരു 1000 ആൾ വന്ന 1000 ആളിന് വണ്ടിയുണ്ട്, അല്ലെങ്കിൽ വാടകയ്ക്കെങ്കിലും വിളിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ 4 പേര് വരികയാണെങ്കിൽ 4 പേര് 4 വണ്ടിയിലായിരിക്കും, അങ്ങനെയും വരുന്നുണ്ട്. അപ്പോൾ വാഹനങ്ങളുടെ പെരുപ്പം, എയർ കണ്ടീഷണർ, ഫ്രിഡ്ജുകൾ, ഇൻഡക്ഷൻ കുക്കർ, ഇങ്ങനെയൊന്നും വേണ്ട, നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം ഏറ്റവും മികച്ച മാർക്കറ്റല്ലേ കേരളം. അതനുസരിച്ച് ടാക്സ് കൂടണ്ടേ? അപ്പോൾ ആ ടാക്സ് പിരിച്ചെടുക്കുന്നതിൽ വമ്പിച്ച പരാജയം. പണ്ടൊക്കെ ചെക്ക് പോസ്റ്റായിരുന്നു. ഇപ്പോൾ ചെക്ക് പോസ്റ്റ് മെക്കാനിക്കലായിട്ടൊരു വികൃതമാണ് പറയാം. GST വന്നപ്പോൾ ചെക്ക് പോസ്റ്റ് എടുത്ത് കളഞ്ഞു. ഇവർ പറഞ്ഞ് ക്യാമറ വെച്ച് നമ്മൾ ഈ നമ്പർ പ്ലേറ്റിലേക്ക് അടിച്ചാൽ അതിനിരിക്കുന്ന ചരക്കിൻ്റെ ചിത്രം കിട്ടുന്നതാണ്. ശരിയാ, ഇൻവോയ്സ് കിട്ടും. സീറ്റ് ബെൽറ്റ് ഇട്ടവരെ പിടിക്കാൻ കാണിച്ച ശ്രദ്ധ ടാക്സ് വെട്ടിച്ചവരെ പിടിക്കാൻ കാണിച്ചോ? ഈ വഴുതക്കാട് ജംഗ്ഷനിൽ സീറ്റ് ബെൽറ്റ് ഇട്ടവരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു AI ക്യാമറ ഉണ്ടായിരുന്നു. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് അത് പൊളിച്ചു. അതാ വേറെ രസം. ഒരു ദിവസം നോക്കുമ്പോൾ ഇവിടെ റോഡ് കുഴിക്കുന്നു, ക്യാമറയും പോയി. എത്ര ലക്ഷം പോയി? ഇപ്പോൾ ആ ക്യാമറ വല്ലതും വർക്ക് ചെയ്യുന്നുണ്ടോ? വെറും അതേസമയം ഈ ചരക്ക് ലോറികളെ മാത്രം ഫോളോ ചെയ്യുന്ന വണ്ടികളും ഇൻകം ടാക്സ് സെയിൽ ടാക്സ് സംബന്ധിച്ച് GST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനങ്ങൾ സൂത്രത്തിൽ നിന്ന് ഈ ട്രക്കുകളെ മാത്രം നോക്കി അതിനെ മുഴുവൻ പരിശോധിച്ച് അപ്പം തന്നെ കമ്പ്യൂട്ടറിൽ കയറ്റി അടുത്ത 25 കിലോമീറ്ററിൽ അവരെ പിടിച്ച് നിർത്തിയായിരുന്നെങ്കിൽ ടാക്സ് വരില്ലേ? ഇപ്പം ടാക്സ് വെട്ടിപ്പുകാരുടെ സ്വർഗമാണ് കേരളം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞതുപോലെ ടാക്സ് വെട്ടിപ്പുകാരുടെ സ്വന്തം നാടായി മാറി. ഇപ്പോൾ 16 ധനകാര്യ കമ്മീഷൻ വന്നല്ലോ. ധനകാര്യ കമ്മീഷൻ കുറച്ച് കാശ് കൂടുതൽ കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. 1.92 എന്നുള്ളത് 2.38 ആയിട്ട് മാറി. അപ്പോൾ 2000 കോടി രൂപ അടുത്ത ഗവൺമെൻറ്റിന് പ്രതിവർഷം കൂടുതൽ കിട്ടും, അധികം കിട്ടും. അപ്പോൾ അത് നല്ല കാര്യമാണ്. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനം അത് 5 ദിവസമാക്കി, ഒരാഴ്ചയിൽ 5 ദിവസമാക്കി കുറയ്ക്കുന്നത് സംബന്ധിച്ചുള്ള ഫയൽ ചീഫ് സെക്രട്ടറിയുടെ മുന്നിലേക്കൊക്കെ എത്തി മന്ത്രിസഭാ യോഗത്തിന് ശേഷം. അപ്പോൾ ഇത് ആർക്കായിരിക്കും ഗുണം ചെയ്യുക? ഇതൊരു ഇലക്ഷൻ പ്രൊപ്പഗൻഡ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ സ്റ്റണ്ടായി ഇതിനെ കാണാമോ? ഇതുവരെയൊന്നും പ്രഖ്യാപനം വന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതിനോട് പ്രതികരിക്കുന്നില്ല. 5 ദിവസമായി കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷം, ആളുകൾക്ക് സർക്കാർ ഓഫീസുകളിലേക്ക് വരേണ്ട അവസരം കുറയാണ്. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിലേക്കുള്ള ഇൻ്റർഫേസ് കുറവാണ്. ഒരു പൗരൻ പോയിട്ട് റേഷൻ കാർഡ് മേടിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിൽ പോകേണ്ട ആവശ്യമില്ല, അല്ലേ? എന്നാൽ പോസ്റ്റ് ഓഫീസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സൺഡേ ഹോളിഡേ ഉള്ളൂ. പോസ്റ്റ് ഓഫീസ് ശനിയാഴ്ച വർക്ക് ചെയ്യുന്നില്ലേ? അതെ. റെയിൽവേ വർക്ക് ചെയ്യുന്നില്ലേ ഞായറാഴ്ചയും? അല്ലേ? 2 സാധനമാണല്ലോ കേന്ദ്രത്തിൻ്റെ. ജനങ്ങൾ കാണുന്ന 2 കാര്യങ്ങൾ എന്താ? ഒന്ന് റെയിൽവേ, ഒന്ന് പോസ്റ്റ് ഓഫീസ്, പിന്നെ ഒന്ന് വിമാന സർവീസ്. വല്ല ഹോളിഡേ ഉണ്ടോ? ശരിയാണോ? അതെ. അതേപോലെ തന്നെ ആശുപത്രി, പോലീസ് സ്റ്റേഷനും അടയ്ക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല, അടയ്ക്കാൻ പറ്റില്ല. പിന്നെ അടയ്ക്കാൻ പറ്റുന്നത് കുറച്ചേ ഉള്ളൂ. റേഷൻ കട നമുക്ക് അടയ്ക്കാൻ പറ്റുമോ? കൃത്യമായി പൂട്ടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
അടയ്ക്കാൻ കഴിയുന്ന മേഖലകൾ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ വേറൊരു ഡിസ്കഷൻ വന്നിട്ടുണ്ട്, നിങ്ങളത് സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമല്ല. ഞങ്ങളിപ്പോൾ ഉടനീളം മാനിഫെസ്റ്റോയ്ക്ക് വേണ്ടി യാത്ര ചെയ്തല്ലോ, വെന്നി ബേനാനും ഞാനും ഒക്കെ, വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ. ഈ വർക്ക് അറ്റ് ഹോം എന്നത് അത് ഒരു കൊറോണ സമയത്തോടു കൂടിയാണല്ലോ ഗവൺമെൻറ്റിൽ പരീക്ഷിക്കാമോ എന്നൊരു ചോദ്യം ചില വിഭാഗങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അത് പ്രായോഗികമായി ചില പ്രശ്നങ്ങളൊക്കെ വരുത്തുകയല്ലേ. സ്ലീപ്പ് അറ്റ് ഹോം ആവരുത്, വർക്ക് അറ്റ് ഹോം ആണെങ്കിൽ തിരക്കടൊന്നുമില്ല. അപ്പം അങ്ങനെ ചെയ്യേണ്ട ആളുകൾ ഇപ്പോൾ 2 ലക്ഷം ജീവനക്കാരുള്ളതിൽ ഒരു 25,000 പേർക്ക് വർക്ക് അറ്റ് ഹോം കൊടുത്തിട്ട് നമുക്കെന്താ, ഫുൾ ഡേ അല്ല, ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം, അയാൾ എല്ലാ ദിവസവും ഇവിടെ വരേണ്ട ആളല്ല. അങ്ങനെ വരുന്നവർക്ക് വർക്ക് അറ്റ് ഹോം കൊടുക്കുകയും അവരുടെ വർക്ക് മോണിറ്റർ ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ഡോക്ടർക്ക് വർക്ക് അറ്റ് ഹോം പറ്റില്ല, കമ്പൗണ്ടർക്കും നേഴ്സിനും തീരെ പറ്റില്ല. അങ്ങനെ അല്ലാത്ത കുറേ ആളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വർക്ക് അറ്റ് ഹോം കൊടുത്ത് ചെയ്യുന്നതിനൊന്നും ഞാൻ ഒരു ആധുനികമായ രീതിക്കൊന്നും എതിരല്ല. ശബരിമലയിലെ ആചാര സംരക്ഷണം സംബന്ധിച്ചുള്ള നിലപാട് സർക്കാർ വീണ്ടും തിരുത്തുകയാണ്, U-turn അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആചാര സംരക്ഷണത്തിനെതിരല്ല സർക്കാർ എന്നുള്ള കാര്യം സുപ്രീം കോടതിയിൽ പറയാൻ പോകുന്നു. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനെ കാണുന്നത്? സർക്കാർ ഇപ്പോൾ 5-8 വർഷം കഴിഞ്ഞപ്പോൾ ആചാര സംരക്ഷണത്തിന് എതിരല്ല എന്ന് പറഞ്ഞെങ്കിലും ജനം സർക്കാരിനെതിരായി കഴിഞ്ഞു. സർക്കാർ ആചാരത്തിനെതിരാണെന്ന് പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചെന്താ അറിയോ, നവോത്ഥാന നായകനായിട്ട് പിണറായി വിജയനെ വാഴ്ത്തും. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യാസ്വാമി ഒക്കെ കഴിഞ്ഞാൽ പിണറായി വിജയൻ. ഈ ഒരു കാറ്റഗറിയിലേക്കാണ് മൂപ്പര് എൻട്രൻസ് എക്സാം എഴുതിയത് അല്ലേ? അങ്ങനെ കരുതുന്നുണ്ടല്ലേ? ഞാൻ കരുതുന്നുണ്ട്, മൂപ്പരും കരുതുന്നുണ്ട്. ദയനീയമായിട്ട് പരാജയപ്പെട്ടു, പാസ് മാർക്ക് കിട്ടിയില്ല, തോറ്റോടേണ്ടി വന്നു. ഇതൊന്നും രാഷ്ട്രീയ നേതാക്കൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. രാഷ്ട്രീയ നേതാക്കളൊന്നും പറയരുതെന്നല്ല, ഭരണ നേതൃത്വം എപ്പോഴും ഒരു രാജ്യത്തെ വ്യവസ്ഥാപിത വിശ്വാസ സംഹിതകളെയും ആചാര സംഹിതകളെയും അത് മനുഷ്യർക്കെതിരല്ലെങ്കിൽ, മനുഷ്യൻ്റെ അത് ഭരണഘടനയിലുണ്ടല്ലോ, മനുഷ്യൻ്റെ ആരോഗ്യത്തിനും മനുഷ്യൻ്റെ സ്വസ്ഥതയ്ക്കും ഒന്നും എതിരല്ലെങ്കിൽ അതൊക്കെ നടന്നോട്ടെ. പിന്നെ അതാത് ആചാരങ്ങളിലും ഒക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ പറയുകയാണ് അതൊക്കെ ഒന്ന് മാറാറായി എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ കൂടെ കൂടിയാൽ പോരെ. അതിന് പകരം എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചൊരു കാര്യം, ഇന്നലെ രാത്രി അവിടെ 2 സ്ത്രീകൾ കയറിയിട്ടുണ്ട് കേട്ടോ ശബരിമലയിൽ. ഇവിടുന്ന് വിളിച്ചുകൊണ്ട് കയറ്റിയിരിക്കുകയാണ്. നാളെ സമരമൊന്നുമില്ലേ? പരിഹാസമാണ്. പബ്ലിക്കായിട്ട് മുഖ്യമന്ത്രി പരിഹസിച്ചു അല്ലേ? ഇപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി തിരക്കേണ്ടില്ല എന്നുള്ളത്. ഇതും പരിഹാസ്യമാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന അവരുടെ രാഷ്ട്രീയത്തിൻ്റെ വ്യക്തതക്കുറവിൻ്റെ ഭാഗങ്ങളാണ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണല്ലോ, ഞങ്ങൾ മാത്രമാണ് ശബരിമലയെ വിവാദഭൂമിയാക്കരുതെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്തത് ആദ്യം. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ UDF-നാണ് അത് ഗുണം ചെയ്തു അല്ല, ഞങ്ങളുടെ പാർട്ടി മാത്രമാണ് ചെയ്തത്. കോൺഗ്രസ് വലിയ പാർട്ടി ആയതുകൊണ്ട് സമയമെടുത്തു. യുവതീ പ്രവേശനം ഇപ്പോൾ സജീവമായി വരുന്നതിന് മുമ്പ് നേരത്തെ സ്വർണ്ണക്കൊള്ളയും സജീവമായിട്ട് വന്നു. അപ്പോൾ അതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട അജണ്ടയായി. സ്വർണ്ണക്കൊള്ള എന്നൊക്കെ പറഞ്ഞാൽ ഈ മലയാളിയുടെ മനസ്സിനെ കഠാര കൊണ്ട് കുത്തിയ ഒരു നടപടിയാണ്. കാരണം എന്നോടൊരു ഭക്തനായ ഒരാൾ പറഞ്ഞത്, ഈ ഗവൺമെൻറ് ഉള്ളിടത്തോളം കാലം ഞാൻ ശബരിമലയ്ക്ക് പോണില്ല എന്നാണ്. ഇന്നിപ്പോൾ പത്മകുമാറിനെതിരെ എന്തോ നടപടി എടുക്കാൻ പോകുന്നതൊക്കെ. അതെ, CPM സെക്രട്ടേറിയറ്റ്, ജില്ലാ സെക്രട്ടേറിയറ്റ് ജയിലിൽ പോയപ്പോഴല്ല നടപടി, പുറത്തു വന്നപ്പോഴാണ്. മനസ്സിലായില്ലേ? അതെ. അപ്പോൾ എന്ത് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ശബരിമല പോലെ ഇത്രപോലെ ഉയർന്ന ഒരു സ്ഥാപനത്തിൽ കളവ് നടത്തിയവർക്ക് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുക, നിലനിർത്തുക. അപ്പം ഞങ്ങൾ കണ്ടത് എന്താണെന്നറിയോ? ശബരിമലയിൽ ഇപ്പോഴല്ല, 2014 അപ്പോൾ MVR മരിച്ചിട്ട് ആദ്യത്തെ സമ്മേളനമാണ്. ഞങ്ങൾ കണ്ടത് BJP ഇന്ത്യ ഭരിക്കുകയാണ്.
അപ്പോൾ ഹിന്ദുത്വത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അവർ എന്തും ഹിന്ദുത്വ അജണ്ട, ഇത് ഹിന്ദു മതവിശ്വാസമല്ല, വർഗീയത വളർത്താൻ ശ്രമിക്കും. അപ്പോൾ ആ വർഗീയതയെ നമ്മൾ കാൽനടജാഥയും മുദ്രാവാക്യം വിളി കൊണ്ടും മാത്രം നേരിടാൻ കഴിയില്ല. നമ്മളതുകൊണ്ട് ഇന്ത്യൻ സംസ്കൃതിയിലുള്ള മതേതരമായ സാംസ്കാരിക അല്ലെങ്കിൽ സംഭവങ്ങളുണ്ടല്ലോ, നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങൾ, അതിനെ ഉയർത്തിപ്പിടിക്കണമെന്നാണ് പറഞ്ഞത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാക്കാണ്, ഉയർത്തിപ്പിടിക്കുക, അപ്ഹോൾഡ്. ഒരു കൊടി പിടിക്കുകയാണെങ്കിൽ 2 തരത്തിൽ പിടിക്കാമല്ലോ, താഴ്ത്തിയും പിടിക്കാം, ഉയർത്തിയും പിടിക്കാം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉയർത്തിപ്പിടിച്ച കൊടിയാണ് ശരിയായ കൊടി, പക്ഷെ മറ്റേ കയ്യിൽ താഴ്ത്തി പിടിച്ചിട്ടുണ്ട് വേറൊരു കൊടി. അപ്പോൾ പച്ചക്കൊടി മുകളിലും ചുവന്ന കൊടി താഴെ. അപ്പോൾ നമ്മൾ അപ്ഹോൾഡ് ചെയ്യണം. എന്തിനെ അപ്ഹോൾഡ് ചെയ്യണം? വെറുതെ പറഞ്ഞ് പതുക്കെ പറഞ്ഞാൽ പോരെ, ലൗഡ് ആൻഡ് ക്ലിയർ. ശബരിമല പോലുള്ള മതേതര വിശ്വാസ കേന്ദ്രങ്ങളെയും ഉയർത്തിപ്പിടിക്കണം. ശബരിമല അതിൻ്റെ ഏറ്റവും നല്ല എപ്പിറ്റോമാണ്, അതിൻ്റെ ഒരു എസൻസാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു പാട്ട്, പാത്തുമ്മ പെറ്റ പാമർമകൻ എന്നൊരു പാട്ട് വന്നില്ലേ, മില്യൺസാണ് ആൾക്കാർ കണ്ടത്. അത് വലിയ വലിയ ഗായകരൊന്നും പാടിയതല്ല, സാധാരണ മനുഷ്യർ, സാധാരണ മക്കൾ, കുട്ടികൾ, അവരെല്ലാം ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ചെപ്പൊക്കെ എടുത്ത് പാടിയൊരു പാട്ടല്ലേ. എന്തുകൊണ്ടാണ് പാട്ട് മില്യൺസായി? പാട്ടിൻ്റെ കേമത്വം കൊണ്ട് മാത്രമാണോ? പാട്ട് രസമാണ്, ആ പാട്ടിൻ്റെ അർത്ഥമാണ് ജനങ്ങൾ ഉൾക്കൊണ്ടത്. നമ്മുടെ അയ്യപ്പ ഭക്തന്മാർ വട്ടം കൂടിയിരുന്ന് അവരുടെ ഈ തീർത്ഥാടന യാത്രക്കിടയിൽ കുറേ സമയം ഈ ഭജനയും ഒക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് അവർ പാടുന്ന പാട്ട് വാവരുടെ അമ്മയെക്കുറിച്ചാണ്. അപ്പം അത് കേരളം കേട്ടപ്പോൾ മില്യൺസ് ആണ് ആളുകൾ കേട്ടത്. അപ്പോൾ എനിക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആശ്വാസം എന്തായിരുന്നു, നമ്മുടെയൊക്കെ ഒരു സീനിയർ, നമ്മുടെയൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞില്ലേ, ഈ നാടിനൊന്നും പറ്റാൻ പോണില്ല. ഇവിടെ എന്ത് വർഗീയതയുടെ സിനിമ കൊണ്ടുവന്നാലും പാട്ട് കൊണ്ടുവന്നാലും കേരള സ്റ്റോറി കൊണ്ടുവന്നാലും ഇതൊന്നും ഓടില്ല. ഓടാൻ പോകുന്നത് ഈ സാധാരണ മനുഷ്യർ തുടികൊട്ടി പാടുന്ന നാടൻ പാട്ടില്ലേ, അതിൻ്റെ മുമ്പിൽ ഇതൊന്നുമല്ല. കേരളം മതേതരത്വത്തിൻ്റെ നാടാണ്. കേരളം മതം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മതേതരത്വമാണ്. ഇപ്പം ഞാനിപ്പോൾ മതത്തിൻ്റെ വക്താവല്ലല്ലോ, പക്ഷേ ഹിന്ദു മതവിശ്വാസികളായവർ ആ പാട്ടുകൾ പാടുന്നു. നമ്മുടെ സൂഫി പാരമ്പര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. ഇപ്പം മാപ്പിള തെയ്യങ്ങൾ എവിടെയുണ്ട്? മലബാറിലുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണില്ല. ഒരു വിഷ്ണു തെയ്യം നേരെ വന്ന് എല്ലാ വർഷവും മുസ്ലിം പള്ളിയിൽ ചെന്ന് ഒരു അല്പനേരം അവിടെ ചിലവഴിക്കുന്നു. ഇതൊക്കെ ആരെങ്കിലും ഭരണഘടനയിൽ എഴുതി വെച്ചതാണോ? അപ്പോൾ നമ്മൾ പറഞ്ഞ 1952 ഭരണഘടന ഉണ്ടായി. ഇത് 52-ലാണോ ഇത് വന്നത്? ശരിക്കും ഭരണഘടന ഉണ്ടായത് ഈ സംസ്കാരത്തിൽ നിന്നാണ്. അവിടെ ഭരണഘടനയിൽ നിന്നല്ല സംസ്കാരം ഉണ്ടായത്. ആ CMBയുടെ കാഴ്ചപ്പാട്. അതിൻ്റെ പുറത്താണ് RSSും മറ്റു പലരും. അവരും പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും ഇവിടെ ചിലവാവില്ല. ഇവിടെ ഒരു മതത്തിൻ്റെ അടുത്തും വർഗീയത ചിലവാവില്ല. കുറച്ച് കാലം ചിലവാകും. അത് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് ആളുകളെ എല്ലാ കാലത്തേക്കും പറ്റിക്കാം, എല്ലാവരെയും കുറച്ച് കാലത്തേക്കും പറ്റിക്കാം. പക്ഷെ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. വർഗീയതയ്ക്കൊരു കാലമുണ്ട്, അതിപ്പോൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ആ വർഗീയതയ്ക്ക് നല്ല കൊയ്ത്ത് നടന്നൊരു കാലമാണ് ഇപ്പോൾ. അത് കഴിഞ്ഞു. മതേതരത്വമാണ് ശരി, അതാണ് ചരിത്രം, അതാണ് നമ്മുടെ സംസ്കാരം എന്നുള്ള ഒരു തിരിച്ചറിവ് ആ ജനങ്ങൾക്ക് വന്നതിൽ നിന്നാണ് അവർ യേശുദാസിൻ്റെയോ ജാനകിയോ ഒന്നും കാത്തു നിൽക്കാതെ മതിമറന്ന് പാടുകയാണ്. അപ്പം അതുകൊണ്ട് ഞാനതിൽ എനിക്കത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം നമ്മളങ്ങനെ നശിക്കാൻ പോകുന്നൊരു നാടൊന്നുമല്ല. അപ്പോൾ അതിനെ ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിന് പകരം അവിടെ സ്ത്രീകളെ കയറ്റില്ല, അവിടെ ശബരിമല ഇന്നെ കറക്റ്റ് ചെയ്യണം, എന്തോ ശബരിമല എന്തോ വലിയൊരു അപകടം പിടിച്ച സ്ഥലമാണെന്ന് വരുത്തി തീർക്കാനല്ലേ ശ്രമിച്ചത്. ഇപ്പോൾ പറയാണ്
ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ് ഞങ്ങൾ CPM എന്ന് വന്നവരല്ലേ. CMB 8 വർഷം മുമ്പ് പറഞ്ഞത് ഇപ്പോൾ CPM പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെന്ന രീതിയിൽ. മറ്റ് പാർട്ടികൾക്ക് വേറെ പലതും പറയാമല്ലോ. അതുകൊണ്ട് CMBയെ നോക്കി നടക്കട്ടെ അവർ. അത് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.